ഹായ് ഓൾ, പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾസിനെ പറ്റിയും അതുപോലെ തന്നെ ഡേറ്റ ടൈപ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് വരിക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പൈത്തണിൽ എല്ലാ കാര്യങ്ങളെയും ഒബ്ജക്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എവറിത്തിങ് ഈസ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു പോയിന്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്, നമ്മുടെ പൈത്തണിലെ എല്ലാ വാല്യൂസിനെയും എവരി വാല്യൂവിനെ എന്തായിട്ടാണ് ഒരു ഒബ്ജക്റ്റായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, നമ്മൾ ഊപ്പ് കൺസെപ്റ്റൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കറിയാം പൈത്തൺ എന്ന് പറയുന്നത് എല്ലാ മൾട്ടി പാരഡിഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് പാരഡിഗംസിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ആരെയും ഫോളോ ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൈത്തൺ എന്ന് പറയുന്നത് എല്ലാ വാല്യൂസിനെയും ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ എല്ലാ വാല്യൂസിനെയും എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും അതുപോലെ സ്ട്രിങ് ആയിക്കോട്ടെ, ടപ്പിൾ ആയിക്കോട്ടെ, ലിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് വന്നാലും അതിനെല്ലാം ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് അതുപോലെ തന്നെ നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് അങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആക്ട് ചെയ്യുന്ന കണക്ക് ആയിരിക്കില്ല ആര് ആക്ട് ചെയ്യുന്നത്, നോൺ പ്രിമിറ്റീവ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ പൈത്തണിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. എല്ലാവരും എന്തായിട്ടാണ് എടുക്കുന്നത്, ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്ലൈഡിലെ പോയിൻറ്റ്സ് നോക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പൈത്തണിലെ വേരിയബിളിനെ പറ്റിയാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനാണ്, ഒരു വാല്യൂവിനെ അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ പൈത്തണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിക്ലറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു അസൈനിങ് സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തണിൽ വേരിയബിൾസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതുവാണ്, A=10 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എഴുതി. ഇതിൻ്റെ മീനിങ് എന്താ, നമ്മൾ പറഞ്ഞു A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവും, അതിനകത്ത് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ആവും. ഇതാണ് നമുക്കറിയാവുന്ന ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ വാല്യൂസിനെയും എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്, ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. നമ്മുടെ റാമിലുള്ള മെമ്മറി ലൊക്കേഷനിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ലൊക്കേഷനെല്ലാം എന്തുണ്ടായിരിക്കും, അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുവാണ്, ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് 1000 ആണ് എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ ഈ 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ എൻ്റെ 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആയെന്ന് വെച്ചോ. ഇതിപ്പോൾ നമ്മൾ പൈത്തണിൽ ഈ പറയുന്ന പോലെ 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആകുമ്പോൾ ഈ 10നെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഒരു നോർമൽ വാല്യൂ ആയിട്ടല്ല, ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ. എ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൊക്കേഷനില്ലേ ഇതിനകത്തേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, ആ മെമ്മറി ലൊക്കേഷനിലേക്ക് ഈ ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്യും, എന്നിട്ട് വേരിയബിൾ എന്ത് ചെയ്യും, അതിനെ പോയിൻ്റ് ചെയ്യും. അതായത് ആ ലൊക്കേഷൻ ഏതാണോ, ആ റെഫറൻസ് ഏതാണോ അതിലേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പൈത്തണിൽ ഒരു വേരിയബിൾ എന്ത് ചെയ്യില്ല, വാല്യൂവിനെ ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യില്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അവർ മെമ്മറി ലൊക്കേഷൻ്റെ ആ ഒരു റഫറൻസിനെയാണ് ആര് കീപ്പ് ചെയ്യുന്നത്, ഈ പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നോർമലി സിക്കകത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻ്റെ A= ഒരു 20 എടുത്തെന്ന് വെച്ചോ. A=20 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും, 200 എന്നാണ് അതിൻ്റെ അഡ്രസ്സ് എന്ന് വെച്ചോ. അതിനകത്ത് എന്ത് ചെയ്യും, 20 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സിക്കകത്ത് എന്ത് ചെയ്യുന്നത്, ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ ഈ 20 എന്ന് പറഞ്ഞാൽ അതൊരു റോ വാല്യൂ ആണ്, അതായത് കറക്റ്റ് ഒരു വാല്യൂ മാത്രമാണ്, അതിന് വേറെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ പൈത്തണിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 10 എന്ന് പറയുന്നത് ആരാണ്, ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പം അതെന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, 10 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടുന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ, വേരിയബിൾ, പൈത്തണിലെ വേരിയബിൾ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് വാല്യൂവിനെ സ്റ്റോർ ചെയ്യില്ല, പകരം എന്താണ്, ഒരു ഒബ്ജക്റ്റിലേക്കുള്ള റെഫറൻസിനെ സ്റ്റോർ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ നമ്മൾ പ്രിൻറ്റ് എന്ന് എഴുതുമ്പോൾ ആ ഒരു റെഫറൻസ് അല്ലേ കിട്ടേണ്ടത് എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ പോയിൻ്ററിൻ്റെയൊക്കെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലേ, ആ പോയിൻ്ററിനെ മാത്രമായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ്, ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ കിട്ടുന്നതെന്ന്. പക്ഷേ ഇവിടെ പൈത്തൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞൊരു റെഫറൻസ് ഇല്ലേ, റെഫറൻസിനെയാണ് ആര് ഹോൾഡ് ചെയ്യുന്നതെന്ന്, വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നത്. ആ റെഫറൻസ് കിട്ടണമെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ ഉപയോഗിക്കും. ജസ്റ്റ് പ്രിൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇതിനകത്ത് റെഫർ ചെയ്യുന്ന ആളുടെ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, പോയിൻ്ററിൻ്റെ കൺസെപ്റ്റൊക്കെ പറഞ്ഞ് കുളമാക്കുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നമുക്ക് വേരിയബിൾ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ വേരിയബിളിനകത്ത് വേരിയബിൾ ആരെയാണോ റെഫർ ചെയ്തേക്കുന്നത് ആ അവിടെയുള്ള വാല്യൂ എന്താണോ അത് നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഡയറക്റ്റായിട്ട് വേരിയബിൾ വാല്യൂവിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ, ഇല്ല. അതെന്താണ് ചെയ്യുന്നത്, മെമ്മറിക്കകത്ത് ഒരു ഒബ്ജക്റ്റായിട്ട് വാല്യൂ ക്രിയേറ്റ് ആവും, അതിനുശേഷം ആ പറയുന്ന വേരിയബിൾ അതിനെ റെഫർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞു. ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ മെമ്മറിക്കകത്തുനിന്ന് ഈ ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അത്രയും നാളും എന്താണ്, അത്രയും നാളല്ല അത്രയും നേരവും എന്തായിരിക്കും, ഇതേ യുണീക്ക് നമ്പർ അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് തന്നെ ആയിരിക്കും ആ ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ID ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു യുണീക്ക് നമ്പർ, ID എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു നമ്പർ, ഒരു അല്ലെങ്കിൽ ഒരു റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് മെമ്മറി അഡ്രസ്സ് എന്നോ അങ്ങനെ എന്തും പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്പർ ആർക്കുണ്ടായിരിക്കും, ഈ പറയുന്ന ഒബ്ജക്റ്റിനുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിലെ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നമുക്കൊരു ID ഉണ്ടായിരിക്കും, ഒരു റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും, അത് യുണീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ അത് ചേഞ്ച് ആവത്തില്ല, നമ്മുടെ ആ ലൈഫ് ടൈം, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് ടൈം കഴിയുന്നത് വരെയും അതേ സെയിം നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് ഏത് ടൈപ്പിലുള്ളതാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ പിന്നെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനകത്ത്, ഒരു മെമ്മറിക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒബ്ജക്റ്റിന് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ, പ്രോപ്പർ വാല്യൂ എന്താണ്, ഡേറ്റ എന്താണെന്നുള്ളതുണ്ടാവും, അതുപോലെ തന്നെ അത് ഏത് ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടാവും. ഇപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡേറ്റ ടൈപ്പ്, ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ സ്ട്രിങ് ആണോ അങ്ങനെയുള്ള സംഭവം, അത് എന്താണെന്നുള്ളതും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റിന് ഐഡൻറ്റിറ്റി ആയിട്ടുള്ളൊരു നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഉണ്ടാവും, അതുപോലെ കറക്റ്റ് വാല്യൂ എന്താണെന്നുണ്ടാവും. അതുപോലെ നമ്മളിനി മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ A എന്ന് പറഞ്ഞിട്ട് 10 എന്ന് പറയുന്ന ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു ലൊക്കേഷൻ ഉണ്ടാവും, ആ ലൊക്കേഷനിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ല, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി അതിലേക്ക് എന്ത് ചെയ്യും, A എന്ന് പറയുന്ന ആൾ പോയിൻ്റ് ചെയ്തേക്കും. ഇനി ഞാൻ പറയുവാണ് A = B എന്ന് പറഞ്ഞു. ഓക്കെ, A = B എന്ന് പറഞ്ഞാൽ എന്താ, എയിലുള്ള ആളെന്താണോ അത് ബിയിലോട്ട് കോപ്പി ആവുമെന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് B ഇങ്ങനെയല്ല ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് B എന്ന് പറയുന്ന ആൾ 10ലേക്ക് വീണ്ടും പോയിൻ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യും, B എന്ന് പറയുന്ന വേരിയബിൾ ആരെ പോയിൻ്റ് ചെയ്യും, 10 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരാളുണ്ടല്ലോ അയാളെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് 10 എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇനി എവിടെയൊക്കെ 10ന് വേണ്ടി വന്നാലും ഇവിടെ ക്രിയേറ്റ് ആയ അല്ലെങ്കിൽ ഈ ലൊക്കേഷനിൽ ഇരിക്കുന്ന 10നെ തന്നെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, C എന്ന് പറഞ്ഞിട്ട്. C = 10 എന്ന് പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യില്ല, പുതിയൊരു 10 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ല ക്രിയേറ്റ് ആവുന്നത്, ഓൾറെഡി ഉള്ള ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യും, ഒരു പോയിൻ്റ് കൂടി ആവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് പൈത്തണിലെ എല്ലാ കാര്യങ്ങളെയും ഒബ്ജക്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഒബ്ജക്റ്റിനൊരു റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ട് ഒരു ID ഉണ്ടായിരിക്കും. ഒരു തവണ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റിനെ വേണ്ടി വന്നാലും അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും, ആ വേരിയബിൾസ് ഏതൊക്കെ വേരിയബിൾസിലാണോ ഈ ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, ഈ ഉള്ള ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. പറഞ്ഞ കാര്യമൊക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ലൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസിനെയും അല്ലെങ്കിൽ ഡേറ്റയും എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഡേറ്റ എന്തൊക്കെയാവാം, ന്യൂമറിക് ആവാം, സ്ട്രിങ് ആവാം, അല്ലെങ്കിൽ മറ്റേത് ടൈപ്പിലുള്ളതാവാം, അതിനെല്ലാം ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടൊക്കെ പാസ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുപോലെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പൈത്തണിലെ എല്ലാ ഒബ്ജക്റ്റിനെയും ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി, അതായത് ഒരു ID ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തായിരിക്കും,
റിമൈൻസ് ദ സെയിം ഫോർ ദ ലൈഫ് ടൈം ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അതിനൊരു യുണീക്ക് ആയിട്ടുള്ള ID ഉണ്ടായിരിക്കും. നമ്മളീ പറയുന്ന ID എന്ന് പറയുന്നത് മെമ്മറി അഡ്രസ്സിനൊക്കെ സെയിം ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു പ്രിൻറ്റ് A എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്കകത്ത് ആ A റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ ആ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞല്ലേ. ഇനി നമുക്ക് ഈ ID ഏതാണെന്ന് കിട്ടണ്ടേ? നമ്മൾ പറഞ്ഞു നമ്മുടെ ഒബ്ജക്റ്റിന് ഒരു ID ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ 100 ആയിരുന്നു ആ ഒരു റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ആ ID നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന 100ന് നമുക്ക് കിട്ടണ്ടേ? അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ID എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഒബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയെ റിട്ടേൺ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന റെഫറൻസ് നമ്പറിലെ ആ റെഫറൻസ് നമ്പർ ഏതാണെന്നുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ അന്ന് പറഞ്ഞ പോലെ കൊളാബൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഗൂഗിൾ കൊളാബിൽ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഞാൻ എന്ത് ചെയ്തേക്കുക? A=10 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മെമ്മറിയിൽ 10 എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി A എന്ന് പറയുന്ന വേരിയബിൾ അതിനെ പോയിൻ്റ് ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഞാൻ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ പ്രിൻറ്റ് ID ഓഫ് A എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ID എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റായിട്ട് ആരെ പാസ് ചെയ്തിട്ടുണ്ട്? A എന്ന് പറയുന്ന വേരിയബിളിനെ പാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ കണ്ടോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വന്നേക്കുന്നതെന്ന്? ID ഓഫ് A എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ് തന്നേക്കുന്നത്. ഇതുപോലൊരു റെഫറൻസ് നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ID അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്ന 10 കിട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു? B=20 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 20 എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഇതുവരെയും ക്രിയേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? 20 എന്ന് പറയുന്ന പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വേറൊരു ലൊക്കേഷനിൽ. ഇനി ആ B എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യും. ഇനി അതേപോലെ ഞാൻ എന്ത് ചെയ്താൽ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുവാണ്. ID എന്ന് പറയുന്ന ഫംഗ്ഷനിൽ B ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്തു. ഇവിടെ കിട്ടിയ ഔട്ട്പുട്ട് കണ്ടോ? മറ്റൊരു റെഫറൻസ് നമ്പറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ആദ്യത്തെ കുറച്ച് നമ്പേഴ്സ് സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. ബാക്കി ഇവിടെ കണ്ടോ 664 എന്നാണ് വന്നേക്കുന്നത്. താഴെ എത്തുമ്പോൾ അത് 984 ആയി. അതുപോലെ നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റൂടെ പറഞ്ഞായിരുന്നു, നമ്മൾ ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല? പൈത്തൺ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ആ ഉള്ള ഒബ്ജക്റ്റിലേക്ക് തന്നെ പോയിന്റ് ചെയ്യിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ആ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? C=10 എന്ന് പറഞ്ഞ് വീണ്ടും വേരിയബിളിനെ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ 10 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓൾറെഡി ഇല്ലേ? അപ്പോൾ ആ 10 ആണ് ഇവിടെ കിടക്കുന്നത്. അതിൽ A എന്ന് പറയുന്ന ആൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ C എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി ആരെ പോയിന്റ് ചെയ്യും? 10നെ പോയിന്റ് ചെയ്യും. ഇതിൻ്റെ നിങ്ങൾ ഈ റെഫറൻസ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്താണ് ഇവിടെ Aയുടെ ID-യും അതുപോലെ ഇവിടെ Cയുടെ ID-യും സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ? രണ്ടുപേരും ഒരിടത്താണ് പോയിന്റ് ചെയ്യുന്നത്. അതായത് 10 എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന നമ്പറിൽ, ഈ റെഫറൻസ് നമ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അങ്ങോട്ടാണ് രണ്ടുപേരും Aയും അതുപോലെ Cയും പോയിന്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനെ കുറച്ച് പോയിൻറ്റ്സ് ആക്കിയും അതുപോലെ ഒരു എക്സാമ്പിളിലൂടെയൊക്കെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗൂഗിൾ കൊളാബ് എടുത്തിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ID എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താ റിട്ടേൺ ചെയ്യുന്നത്? ഒബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആകുമ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റീസിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന് ആട്രിബ്യൂട്ട്സും അതുപോലെ മെത്തേഡ്സ് അല്ലെങ്കിൽ ബിഹേവിയറൊക്കെ ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പൈത്തണിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അതും എന്തിനണ്ടറിൽ വരുന്നതാണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ലൂസ്ലി കാസ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ ഒബ്ജക്റ്റിനും ഈ പറയുന്ന മെത്തേഡ്സും ആട്രിബ്യൂട്ട്സും വേണമെന്ന് നിർബന്ധമില്ല. ഒബ്ജക്ട്സിന് ചിലപ്പം ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാം, ചിലപ്പോൾ മെത്തേഡ്സ് ഉണ്ടാവാം, ചിലപ്പോൾ രണ്ടും ഉണ്ടാവാണ്ടിരിക്കാം, അല്ലെങ്കിൽ രണ്ടും കാണാം, അങ്ങനെ എല്ലാം വരാം. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രിക്ട്ലി എന്ത് പറയുന്നുണ്ട്? മെത്തേഡ്സും അതുപോലെ ആട്രിബ്യൂട്ട്സും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഊപ്പിൻ്റെ കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ പൈത്തൻ്റെ കേസിൽ വരുമ്പോൾ അങ്ങനെ ഒരു ഇത് പറയുന്നില്ല, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല ഇത് രണ്ടും വേണം എന്നുള്ളത്. ഓക്കെ, മേ ബി ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്താ പറഞ്ഞത്? പൈത്തണിൽ എല്ലാ കാര്യങ്ങളെയും ഒബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റിയും അതുപോലെ ID എന്ന് പറയുന്ന ഫംഗ്ഷനും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും. ഇത് രണ്ടും എന്താണെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇത് പൈത്തണിൽ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വേരിയബിൾ
വേരിയബിൾസ് ഹൂസ് വാല്യൂസ് ക്യാൻ ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ദേ ആർ ക്രിയേറ്റഡ് ആൻഡ് അസൈൻഡ് ആർ കാൾഡ് മ്യൂട്ടബിൾ. എന്ന് വെച്ചാൽ വേരിയബിൾസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്തു, അതിനുശേഷം നമുക്കതിൻ്റെ വാല്യൂസ് മാറ്റാൻ പറ്റുവാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? നമ്മൾ മ്യൂട്ടബിൾ ആണെന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ല, അതായത് കാനോട്ട് ബി ചേഞ്ച്ഡ്. നമ്മൾ ഒരു തവണ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്താൽ അത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമ്മ്യൂട്ടബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യത്തിൻ്റെയും മ്യൂട്ടബിൾ എന്താ, ഇമ്മ്യൂട്ടബിൾ എന്താ, അതിൻ്റെ ഡെഫിനിഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പൈത്തണിൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്ന ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് NCERT നിന്ന് എടുത്ത ഫിഗറാണ്. നമ്മൾ മാക്സിമം നോട്ട്സും കാര്യങ്ങളും എല്ലാം NCERT ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പും ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്സും ഉണ്ട്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റിജേഴ്സ് ഉണ്ട്, ഫ്ലോട്ട്, ബൂളിയൻ, കോംപ്ലക്സ്, സ്ട്രിങ്സ്, അതുപോലെ തന്നെ ടപ്പിൾസ്, ഇതെല്ലാം എന്താണ്? ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ വാല്യൂവിന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ മ്യൂട്ടബിൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ലിസ്റ്റ്, സെറ്റ്, ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ ഇതിനകത്ത് പലർക്കും പല കൺഫ്യൂഷൻസും വരും ഈ ഒരു കാര്യം കേട്ടപ്പോൾ. ഇതിനകത്ത് എന്താണ് ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്സ്? നമുക്ക് ഇൻറ്റിജേഴ്സിന് ഇപ്പോൾ A=10 എന്ന് കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ എനിക്ക് A=20 കൊടുക്കാമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരും, അപ്പം വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് എന്ത് മനസ്സിലാക്കുക? മ്യൂട്ടബിൾ എന്താ, ഇമ്മ്യൂട്ടബിൾ എന്താ എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ്? പൈത്തണിൽ ചില ഡാറ്റ ടൈപ്സിൽ എന്ത് ചെയ്യുന്നില്ല? പൈത്തൺ ഡസ് നോട്ട് അലോ അസ് ടു ചേഞ്ച് ദ വാല്യൂസ് ഓൺസ് എ വേരിയബിൾ ഓഫ് ദാറ്റ് ടൈപ്പ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ആൻഡ് അസൈൻഡ് വാല്യൂസ്. അതായത് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ പൈത്തണിലുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. When an attempt is made to update the value of an immutable variable, the old variable is destroyed and a new variable is created by the same name in memory. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു A=10 എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് എപ്പോഴെങ്കിലും എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ എന്ത് ചെയ്തു? A=20 എന്ന് കൊടുത്തു. അവിടെ എന്ത് ചെയ്യില്ല? ഒരു എറർ വരത്തില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇമ്മ്യൂട്ടബിൾ ആണ്, അതായത് ഇൻറ്റും ഫ്ലോട്ടും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ചേഞ്ച് ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നത്. ഇതെന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഞാൻ എന്ത് ചെയ്തു? A=10 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് A=20 എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ആദ്യം A=10 എന്ന് പറയുന്ന എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു സാധനമായിരിക്കും വരുന്നത് അല്ലേ? ഈ പറയുന്ന 10 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി അതിനകത്തോട്ട് A പോയിന്റ് ചെയ്യും. ഇനി കുറേ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? A=20 ആക്കി. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പോയിന്റ് മാറും, അതായത് റെഫറൻസ് കട്ടായിട്ട് എന്ത് ചെയ്യും? 20 എന്ന് പറയുന്ന ഒരു പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്തു? ഈ Aയെ പോയിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും നടന്ന എന്താ? നമ്മൾ ഈ പറയുന്ന ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ഇല്ല, ജസ്റ്റ് എന്ത് ചെയ്തു? അതിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. 20 എന്ന് പറയുന്ന വാല്യൂവിൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ പറയുന്ന A എങ്ങോട്ട് പോയിന്റ് ചെയ്തു? ഈ 20ലേക്ക് പോയിന്റ് ചെയ്തു. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഓൾറെഡി ഉള്ള ലൊക്കേഷനിൽ. എന്ന് വെച്ചാൽ നമ്മൾ സിയിലൊക്കെ ഇപ്പോൾ എങ്ങനെ നടക്കുന്നത്? സിയിൽ A=10 എന്ന് പറഞ്ഞിട്ട് A=20 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? സെയിം മെമ്മറി ലൊക്കേഷനിൽ ഇതിപ്പോൾ 1000 എന്ന് പറയുന്ന ലൊക്കേഷൻ ആണെങ്കിൽ 10 ആദ്യം ഉണ്ടായിരുന്നു, അതിനുശേഷം 10 മാറിയിട്ട് അവിടെ എന്താവും? 20 ആവും. ഇതാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നടക്കുന്നത്. പക്ഷേ നമ്മൾ പൈത്തണിലോട്ട് വരുന്ന കേസിൽ ഇങ്ങനെ അല്ല നടക്കുന്നത്. അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താ? A=10 ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? 10 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് മെമ്മറിയിൽ ക്രിയേറ്റ് ആയി, എന്നിട്ട് A എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? അതിനെ പോയിന്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കിയേ, B=A എന്ന് പറഞ്ഞാൽ എന്താ? B എന്ന് പറയുന്ന ആളും ആരെ പോയിന്റ് ചെയ്യും? 10 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്തു. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി നെക്സ്റ്റ് A=20 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പറയുന്ന പോയിന്റ് കട്ടായിട്ട് എന്ത് ചെയ്യും? 20 എന്ന് പറയുന്ന പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിന്റ് പോകും. ഇവിടെ പക്ഷേ 10 ഡിസ്ട്രോയ് ആയോ? ഡിസ്ട്രോയ് ആയില്ല. കാരണം എന്താ? B എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരെ പോയിന്റ് ചെയ്യുന്നുണ്ട്? 10 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ആ ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതിൽ നിന്ന് മനസ്സിലായ പോയിന്റ് എന്താ? നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആരും പോയിന്റ് ചെയ്യാൻ ഇല്ലാണ്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിസ്ട്രോയ് ചെയ്ത് കളയത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എന്താണ്, ഓൾഡ് വേരിയബിളിനെ ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനോട്ട് എന്ത് ചെയ്യും, ആ പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു പേര് അസൈൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് മാറ്റിയിട്ട് അതേ സ്ഥലത്ത് എന്ത് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്, ആ വാല്യൂ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതിയേക്കുവാണ്. വെൻ യു ട്രൈ ടു ചേഞ്ച് ആൻ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ്, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക, പൈത്തൺ ഡസ് നോട്ട് മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളെ മോഡിഫൈ ചെയ്യില്ല, പകരം എന്ത് ചെയ്യും, പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. വേരിയബിൾ നെയിം നൗ റെഫേഴ്സ് ടു ദ ന്യൂ ഒബ്ജക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, ഓൾഡ് ഒബ്ജക്റ്റിനെ വേറെ ആരും റെഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം പറയുമ്പോഴും നമുക്കൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. അതായത് നമ്മുടെ ഇൻഡ്, ഫ്ലോട്ട്, അതുപോലെ കോംപ്ലക്സ്, ബൂളിയൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നമ്മൾ ടപ്പിൾ എന്നുള്ള ഒരാളെയും കൂടി ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്നലെ നമ്മൾ ഡേറ്റ ടൈപ്പിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടപ്പിൾ എന്ന് പറയുന്ന ആൾ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഒരു തവണ അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇത്ര നേരത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴി നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റുമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ടപ്പിൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ടി എന്ന് പറയുന്ന ഒരു ടപ്പിൾ എടുത്തിട്ടുണ്ട്. ടിക്കകത്ത് എന്ത് ചെയ്തു, 1 2 3 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടപ്പിൾ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ടി എന്ന് പറയുന്ന ആളിനെ എനിക്ക് ചേഞ്ച് ചെയ്യണം. അതായത് ടിക്കകത്ത് ഇപ്പോൾ 3 വാല്യൂസ് ഇല്ലേ, ഇതിൽ ഓരോ ആൾക്കാരെ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ടപ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഈ പറയുന്ന ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ടപ്പിളിൽ എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫങ്ഷൻസ് ആയിക്കോട്ടെ, അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇമ്മ്യൂട്ടബിൾ എന്നതുകൊണ്ട് എന്താണ് ടപ്പിളിൻ്റെ കേസിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തേക്കുക, ടി എന്ന് പറയുന്ന ഒരു ടപ്പിൾ എടുത്തിട്ടുണ്ട്. 1 2 3 എന്ന് പറയുന്ന വാല്യൂസ് അതിനകത്തുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോവാണ് ടി ഓഫ് 0 എന്ന് പറഞ്ഞു. ഇതാരാ ടി ഓഫ് 0 എന്ന് പറയുന്നത്, 1 ആണല്ലേ. നമുക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് പറയുന്ന വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് കിട്ടും. ഞാൻ ഈ ടി ഓഫ് 0നെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു 20 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അതായത് ഞാനിപ്പോൾ a = 10 എന്ന് പറയുന്ന ആളിനെ a = 20 ആക്കിയതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഉള്ള ഈ ആളിനെ എടുത്തിട്ട് 20 ആക്കി മാറ്റി കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യും, ടൈപ്പ് എറർ കാണിക്കും. അതായത് ഇവിടെ ഒരു എറർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അത് പക്ഷേ മാറ്റാനുള്ള വഴിയുണ്ട്. അതൊരു ഫംഗ്ഷൻ വഴിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ടപ്പിളിൻ്റെ കേസിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ വേണമെങ്കിൽ ടി = ഞാൻ 1 2 3 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇവിടെ നമ്മളിപ്പോൾ 10 20 ചേഞ്ച് ചെയ്തില്ലേ, അതേപോലെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടി = 4 5 6 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന 1 2 3 എന്ന് പറയുന്ന ടപ്പിളില്ലേ, ആ ടപ്പിൾ ഡിസ്ട്രോയ് ആയിട്ട് പുതിയ ടപ്പിൾ ക്രിയേറ്റ് ആയി. 4 5 6 എന്ന് പറയുന്ന പുതിയ ടപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ടി എന്ന് പറയുന്ന ആൾ ആരെ പോയിൻ്റ് ചെയ്യും, ഇവരെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഉള്ള ആളാണോ മാറിയത്, അല്ല. ഇവിടെ എന്ത് കൺസെപ്റ്റ് വരും, നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് നേരത്തെ എയുടെ കാര്യവും ബാക്കി പറഞ്ഞില്ലേ, അതേ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ആവും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തെ, അതായത് പാർഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ടപ്പിളിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടപ്പിള് ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ആളിനെ മൊത്തത്തിൽ കളഞ്ഞിട്ട് പുതിയൊരു സ്ട്രക്ചറായിട്ട് റീ അസൈനിങ്, ഇവിടെ പറയുന്ന പേരെന്താ, ഇതാണ് റീ അസൈനിങ്. അല്ലാണ്ട് ഇവിടെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുവാണോ ചെയ്തത്, അല്ല, ഇവിടെ റീ അസൈൻ ചെയ്ത് കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ടപ്പിളിൻ്റെ കേസിൽ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ ഏതാ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, ടപ്പിളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കിപ്പോവാം. ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പാണ്. ഇറ്റ്സ് എലമെൻറ്റ്സ് കാനോട്ട് ബി മോഡിഫൈഡ് വൺസ് ക്രിയേറ്റഡ്. ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അറ്റംപ്റ്റിംഗ് ടു അസൈൻ എ ന്യൂ വാല്യൂ ടു എ ടപ്പിൾ എലമെൻറ്റ് റൈസസ് എ ടൈപ്പ് എറർ. അതായത് ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് ആളുണ്ടെങ്കിൽ ഞാനിപ്പോൾ ടി ഓഫ് 0 അല്ലെങ്കിൽ ടി ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റിനെ മാത്രം എന്ത് ചെയ്യാൻ നോക്കി, റിമൂവ് ചെയ്യാൻ നോക്കി. അങ്ങനെയൊക്കെ വരുന്ന, അല്ലെങ്കിൽ റീഅസൈൻ ചെയ്യാൻ നോക്കി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ടൈപ്പ് എറർ ഉണ്ടാവും. ഓക്കെ,
However, the variable referencing the tuple can be reassigned to new tuple object. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 1 2 3 എന്ന് പറയുന്ന ടപ്പിളിനെ മാറ്റിയിട്ട് നമുക്ക് 4 5 6 എന്ന് പറയുന്ന ഒരു പുതിയ ടപ്പിളിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇതൊരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഓൾറെഡി ഉള്ള ആൾ മാറുവാണോ ചെയ്യുന്നത്? അല്ല. എന്ത് ചെയ്യുക, പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് അതിനെ റീ അസൈനിങ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് എവിടെ പോസിബിളാണ്? ടപ്പിളിൽ പോസിബിളാണ്. ഓക്കെ. ഇനി ഇഫ് എ ടപ്പിൾ കണ്ടെയ്ൻസ് മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ലൈക്ക് ലിസ്റ്റ്, those objects can be modified but the tuple structure itself remains unchanged. ഓക്കെ. അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞായിരുന്നു ലിസ്റ്റിനകത്തും ടപ്പിളിനകത്തും ഒക്കെ നമുക്ക് ഏത് ടൈപ്പിലുള്ള എലമെൻസും വരാമെന്ന്. അതായത് സിക്കകത്ത് അറേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരൊറ്റ ടൈപ്പല്ലേ വരത്തുള്ളൂ. ഇപ്പോൾ ഇൻറ്റിജർ ആയിട്ടുള്ള ഒരു അറേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻറ്റിജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ പൈത്തൻ്റെ കേസിൽ വരുമ്പോൾ ലിസ്റ്റ് ആയാലും ടപ്പിളായാലും ഡിക്ഷണറി ഒക്കെ ആയാലും നമുക്കതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ടി എന്ന് പറയുന്നൊരു ടപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു 1 2 3 4 5 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എലമെൻറ്റ്സിൽ ആദ്യം ഒരു സ്ട്രിങ് ഉണ്ട്, അതുപോലെ ഒരു ഇൻറ്റിജർ ഉണ്ട്, പിന്നെ ഇതെന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഇതൊരു ലിസ്റ്റാണ് അല്ലേ. ലിസ്റ്റ് ഉണ്ട്, അതുപോലെ ഇതൊരു ഇൻറ്റിജർ, ഇതൊരു ഫ്ലോട്ട്. ഇങ്ങനെ ഇത്രയും എലമെൻറ്റ്സിനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഒരു ടപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ എന്താ, ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്ന ആളെന്താ, മ്യൂട്ടബിൾ ആണല്ലേ. അതായത് ലിസ്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള ഇവനെ മാത്രം ചേഞ്ച് ചെയ്യാം. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടപ്പിളിനാണോ ചേഞ്ച് ചെയ്യുന്നത്? അല്ല, ഇതിനകത്തുള്ള ടപ്പിളിനകത്തുള്ള മ്യൂട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഈ 20 30 മാറ്റിയിട്ട് 40, അല്ലെങ്കിൽ ഇപ്പം ഒരാളെ മാത്രം 20 മാത്രം മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എനിക്ക്. അത് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ടപ്പിളിനകത്ത് ഉള്ള ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അവരെന്തായിരിക്കണം, മ്യൂട്ടബിൾ ആയിരിക്കണം എന്നേ ഉള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു നോക്കി അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ ടപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെത്തുമ്പോൾ പറയാം. ഇപ്പം ജസ്റ്റ് ആ ഒരു ടോപ്പിക്ക്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ നോക്കിയേ. ഇഫ് എ ടപ്പിൾ കണ്ടെയ്ൻസ് മ്യൂട്ടബിൾ ഒബ്ജക്ട്സ്, എന്താണ് ടപ്പിളിൽ മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, എങ്ങനെയുള്ള ലിസ്റ്റ് അല്ലെങ്കിൽ ഡിക്ഷണറി അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ അതിനകത്തുണ്ടെങ്കിൽ ദോസ് ഒബ്ജക്ട്സ് ക്യാൻ ബി മോഡിഫൈഡ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എന്തിനെ മോഡിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തിനെ ചേഞ്ച് ചെയ്യുന്നില്ല, ടപ്പിളിൻ്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. അതായത് നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിളിലാണെങ്കിൽ കൂടി നമ്മൾ ആ ലിസ്റ്റിനകത്തുള്ള ആൾക്കാരെ മാത്രമേ മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. ആ ടപ്പിളിലുള്ള ബാക്കി എന്തിനെങ്കിലും നമ്മൾ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ആ സ്ട്രക്ചർ അതുപോലെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ടപ്പിൾ എന്തുകൊണ്ട് ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പൈത്തൺ എല്ലാ വാല്യൂസിനെയും ഒബ്ജക്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മ്യൂട്ടബിൾ എന്താണ്, ഇമ്മ്യൂട്ടബിൾ എന്താണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുമ്പോഴും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഇൻറ്റേർണലി നടക്കുന്നത്, ഈ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.